ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഓണമായിട്ടില്ലെങ്കിലും ഈ ഓണം ഞങ്ങൾക്ക് എയർ ഹാൻഡ്ലൂംസിനൊപ്പം ഓണത്തിന് മുന്നേ ഞങ്ങൾ തിരക്കാവുമ്പോഴേക്കും എയർ ഹാൻഡ്ലൂംസിലേക്ക് പോയി. അപ്പോൾ ഞാൻ എന്താ എയർ ഹാൻഡ്ലൂംസിൽ നിന്ന് വാങ്ങി എന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. വേണ്ട, അല്ലെങ്കിൽ വേണ്ട, നമ്മൾക്ക് അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇതാക്കാം. അപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയയിലെ വീഡിയോസൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കണ്ടാൽ തീർച്ചയായും എയർ ഹാൻഡ്ലൂംസിലേക്ക് ഒന്നും പോവാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസ് കണ്ടിട്ട് ഞാൻ പോയത് തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ സാരി എടുക്കാനല്ല പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 30ഓ അതിലധികമോ കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത്. നല്ല ദൂരം ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അവിടെ നിന്ന് കുത്താമ്പള്ളിയിലേക്ക്. അപ്പോൾ പാർക്കിങ്ങിലാണ് ഇറങ്ങുന്നത്. പാർക്കിങ്ങിലെ വണ്ടികൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ ഷോപ്പിൽ ധാരാളം ആൾക്കാരുണ്ട് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, പാർക്കിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ, ധാരാളം സ്ഥലമുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹാൻഡ്ലൂംസിലേക്ക് നടക്കുമ്പോഴാണ് അവിടെ ഒരു വാൻ കിടക്കുന്നത് കണ്ടോ. അപ്പോൾ ആ വാനിലൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എയർ ഹാൻഡ്ലൂംസ് അവരുടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് 6ഓളം വാനുകളാണ് ഇറക്കിയിരിക്കുന്നത്, അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് വരാനും കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് കയറുമ്പോഴാണ് ARലെ ആർ രാജുബായ് അവിടെ നിൽക്കുന്നത് കണ്ടത് കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ, ഈ മനുഷ്യൻ സാധാരണഗതിയിലും ഇങ്ങനെയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. വീഡിയോയിൽ മാത്രമേ ഉള്ളൂ ഈ സ്നേഹം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, അവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സിനോടും അവർ അത്രയും നീറ്റായിട്ടാണ് പെരുമാറുന്നത്. അതുതന്നെയാണ് അവരുടെ വിജയം എന്ന് എനിക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. പിന്നെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ വരുന്നവരോടൊക്കെ ചിരിച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ആ ഷോപ്പിന്. ഇവർ പഠിച്ചിട്ട് വാങ്ങിയതാണോ അതോ ഈ ഷോപ്പിന് കിട്ടിയതാണോ എന്നറിയില്ല, നിറയെ ഷീൽഡുകൾ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം അവരുടെ വളർച്ച അവരവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ. അവർ 2017 500 രൂപയ്ക്ക് വാടകയ്ക്ക് താമസിച്ചതാ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2018, 2019, 20, 2021, 23, പിന്നെ 2024 അങ്ങനെയുള്ള ആ ഒരു അവരുടെ വളർച്ചയുടെ ഫോട്ടോസ് അവരവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയതെന്ന് അവർ ഇങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയില്ലേ, അവരുടെ അധ്വാനം എല്ലാം അവിടെ നമ്മൾക്ക് മനസ്സിലാവും. നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ. നല്ല ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മുന്നിൽ 3 ആൾക്കാർ ധാവണി ചുറ്റി നിൽക്കുന്നത് കണ്ടു. അടിപൊളിയാണ് ധാവണി. അത് കഴിഞ്ഞ് ഞാൻ ക്യാഷ് കൗണ്ടറിലേക്ക് നോക്കിയപ്പോൾ അവിടെ മോഹൻലാലിൻ്റെ അടുത്ത് ഇവർ 2 ആളും കൂടി നിൽക്കണം കേട്ടോ. അടിപൊളി ഫോട്ടോ ആണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്ത് പ്ലേ ബട്ടൺ ഇരിക്കുന്നുണ്ട് യൂട്യൂബിൻ്റെ. പിന്നെ വീണ്ടും കുറേ ഷീൽസ്, പിന്നെ പെട്ടി, അങ്ങനത്തെ പാക്കിങ്സ് ഐറ്റംസ് ആണ്. ഇവിടുന്നാണ് നമുക്ക് പാക്ക് ചെയ്തിട്ട് തുണികൾ തരിക. ഇവിടെ നിന്നാൽ മതിയോ, നമ്മൾ വന്ന കാര്യം മറന്നുപോയി, നമുക്ക് ഉള്ളിലേക്ക് പോകണ്ടേ. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോവാം. അപ്പം താഴത്തെ ഫ്ലോർ തന്നെ അടിപൊളി ബ്രൈഡ്സിനായിട്ടുള്ള സാരികളാണ് കേട്ടോ. അത്രയും നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ എന്തായാലും എയർ ഹാൻഡ്ലൂംസിൽ കിട്ടും കേട്ടോ. ഇത് 50% ഓഫറിലുള്ള സാരികൾ ഇവിടെ വെഡ്ഡിങ് സാരീസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല കേട്ടോ, ഇവിടെ എല്ലാ കളേഴ്സും എല്ലാ മോഡൽസും അതായത് ബ്രൈഡ്സിനായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചേച്ചി ഇവിടെ ഈ സാരീൻ്റെ തുമ്പ് ഇങ്ങനെ കെട്ടുകയാണ് കേട്ടോ. നല്ല പണിയാണ് അത്. നൂലൊക്കെ എടുത്ത് കെട്ടി ഉണ്ടാക്കണം. അതും വെഡ്ഡിങ് സാരിയൊക്കെ ആകുമ്പോൾ നല്ല സൂക്ഷിച്ച് വേണമല്ലോ. പിന്നെ ഇതാ മൊത്തം ഒരു ക്ലാസിക്കൽ ലുക്ക് തന്നെയാണ് കേട്ടോ ഓരോ ഫ്ലോറിനും കൊടുത്തിറക്കണത്. പിന്നെ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം ഈ പെൺകുട്ടിയുടെ എഫേർട്ടാണ് കേട്ടോ. ആ കുട്ടി എത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് നോക്കൂ. കണ്ടോ, ഒരു സാരി നെയ്യാണ് ആ കുട്ടി. ഇനി എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണോ അതോ സ്ഥിരം ഇത് നെയ്യുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറേ ആൾക്കാർ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എങ്കിലും ആ കുട്ടി കയ്യും കാലും പിന്നെ ആ കുട്ടിയുടെ അതായത് ബ്രെയിനും ഒക്കെ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഒരു സാരി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഒരു സാരിയിലെ ഒരു ചെറിയൊരു നൂല് പൊന്തിക്കഴിഞ്ഞാൽ നമ്മളത് വേണ്ട പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. അതായത് സാരി അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ചെയ്യണത്. ഇതൊക്കെ കണ്ടു നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞപ്പോൾ ഒരു കുട്ടി അവിടെ ധാവണിയൊക്കെ എടുത്ത് അടിപൊളിയായിരിക്കും. അപ്പോൾ ആദ്യം വിചാരിച്ചു ഞാൻ ധാവണി ഉടുത്തു നോക്കിയിട്ട് കണ്ണാടിയിലൊക്കെ നോക്കും. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇൻസ്റ്റഗ്രാമിലേക്കുള്ള റീലിനുള്ള ഡ്രസ്സിങ് ആണ് എന്നുള്ളത്. അപ്പം നമ്മൾ ബ്രൈഡ് അല്ലാത്ത കാരണം നമ്മൾ അവിടെ നിന്നിട്ടൊരു കാര്യമില്ല. അപ്പം നമ്മൾക്ക് മുകളിലേക്ക് പോവാം. മുകളിലാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പം നമ്മളിതാ പോയി ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കൊട്ടയിൽ ആൾക്കാരൊക്കെ വാങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഓരോരോ സെക്ഷനായിട്ടാണ്. ഈ സെക്ഷനിൽ ഫുൾ സാരിയാണ് കേട്ടോ, സെറ്റ് സാരികൾ.
പിന്നെ ഇതിൽ ഇതാ നമ്മളുടെ സെറ്റ് മുണ്ടുകളാണ്. അപ്പോൾ സെറ്റ് മുണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സെറ്റ് മുണ്ട് നോക്കുമ്പോൾ നമ്മൾക്ക് ഏതേത് എടുക്കണം എന്നറിയില്ല. അത്രയ്ക്ക് അടിപൊളി സെറ്റ് മുണ്ടുകളാണ് കേട്ടോ. അത്രയും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ, ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ, അതായത് കര, പുളിയിലക്കര, പിന്നെ എന്താ അങ്ങനെ കുറേ നല്ല വീതിയുള്ള കസവ് ഒക്കെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നമുക്ക് ഡിസ്കൗണ്ട് സൈഡ് നമുക്ക് കിട്ടും കേട്ടോ എയർ ഹാൻഡ്ലൂംസിൽ. പിന്നെ ഞാൻ പോയോണ്ടോ ഇതൊരു പരസ്യത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. ഞാൻ പോയ ഒരു അറിവ് വെച്ച് പറയാണ്. നമ്മളുടെ ഹാൻഡ്ലൂം തരത്തിലുള്ള എല്ലാ സാധനങ്ങളും അടിപൊളിയാണ് എയർ ഹാൻഡ്ലൂംസിൽ കേട്ടോ. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് മാത്രമാണ് നമുക്കുള്ളൂ കേട്ടോ. അത്രയ്ക്കും ഇതാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്താ വെച്ചാൽ നിറയെ ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ ഇതാ ചവിട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് തോർത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, അതായത് കുത്തമ്പുളിയിൽ നല്ല തോർത്ത് കിട്ടുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും തോർത്ത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. ഇത് മെൻസിൻ്റെ ഡബിൾ മുണ്ട്, സിംഗിൾ മുണ്ട്, അങ്ങനത്തെ മുണ്ടുകളാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അത്രയ്ക്കും മുണ്ടുകളാണ് കേട്ടോ. ഞങ്ങൾക്ക് ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. ഇതൊരു പുതിയ മോഡലാണ്, ഇത്ര പാവാട പോലെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾക്ക് ഉടുക്കാൻ അറിയാത്തവർക്കൊക്കെ പറ്റും അങ്ങനെ ഒരു മോഡല്. പിന്നെ എന്താ സ്റ്റിക്ക് ചെയ്യണതുണ്ട്. ഒക്കെയും അടിപൊളി പുതിയ പുതിയ മോഡലുകൾ, ഡിസൈനുകൾ ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കാണിച്ച് തരുന്നുണ്ട്, പക്ഷേ ഈ തിരക്കിൽ ഒന്നിനും പറ്റണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ എടുത്ത് കാണിച്ച് തരിക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ അതായത് ഒരേപോലെയൊക്കെ നമ്മളിപ്പോൾ വല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാനും ഈ കല്യാണങ്ങൾക്ക് കൊടുക്കില്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിലൊക്കെ വന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ. അതിനൊക്കെ നല്ല എന്താണ് എയർ ഹാൻഡ്ലൂംസിൽ. അതേപോലെ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മളുടെ ഓണം സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ഓഫീസുകളിലേക്ക് കൊടുത്തു പോകാനും ഒക്കെയും നല്ല നല്ല മോഡൽ മുണ്ടുകളുണ്ട് കേട്ടോ. പിന്നെ ഇത് വെള്ള കളറിലുള്ള ഡബിൾ മുണ്ടുകളുണ്ട്. ഒക്കെ കോട്ടൺ തന്നെ, കൈത്തറിയുടെ തന്നെയാണ് വരുന്നത്. ഇത് പിന്നെ ഗേൾസിൻ്റെ പാവാട, ജാക്കറ്റ്, അതിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇനി നമ്മൾക്ക് മുകളിലേക്ക് പോവാം. അപ്പം നമ്മൾ അവിടെ നിന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തു. ഇനി നമ്മൾ മുകളിലോട്ട് പോവാണ്. മുകളിലും ഇതേപോലെ തന്നെ കുറേ കൊട്ടകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് സാരീസാണ് കേട്ടോ. സാരീസിൻ്റെ ഒരു കളക്ഷനാണ് ഇവിടെ കൂടുതൽ. അപ്പം ഞാൻ സാരി എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ഞാൻ മോൾക്ക് ഒരു സാരി കൊണ്ട് പാവാടയും ജാക്കറ്റും അടിക്കാൻ വേണ്ടിയിട്ട് അവളൊരു മോഡൽ പറഞ്ഞായിരുന്നു. ആ മോഡൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാരി നോക്കണത് കേട്ടോ. സാരി നോക്കുമ്പോഴും സാരി ധാരാളം ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെ നേരത്തെ വരേണ്ട ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ രാവിലെ നേരത്തെ വന്നാലാണ്, ഇല്ലെങ്കിൽ കണ്ടോ ടേബിളിലൊക്കെ നിറഞ്ഞ് കിടക്കണത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ നേരത്തെ വരിക വെച്ചാൽ ഇങ്ങനെ ഇടണേൻ്റെ മുന്നേ ആൾക്കാർ ഇങ്ങനെ എടുത്ത് നോക്കി അങ്ങനെ ഇങ്ങനെ കിടക്കണമെന്ന് നമുക്ക് എടുത്ത് നോക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നേരത്തെ എത്തുക വെച്ചാൽ നമുക്ക് വേഗം കിട്ടും എന്ന് തോന്നുന്നു. നല്ല 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 സാരികളുണ്ട് കേട്ടോ. സോഫ്റ്റ് സിൽക്ക്, പിന്നെ അങ്ങനെ കുറേ സാരികൾ ഇവിടെ ഉണ്ട്. ഈ സാരി ഈ കളറല്ല കേട്ടോ, നല്ല അടിപൊളി കളർ തന്നെയാണ് കേട്ടോ നേരിട്ടിട്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ബ്രൊക്കേഡ് പോലത്തെ സാരികളാണ്. പിന്നെ ഇതാ കുറേ സാരികളുണ്ട് കേട്ടോ. സോഫ്റ്റ് സിൽക്കിൽ കുറേ മോഡൽസ് ഉണ്ട്. ഇനി ഇത് കോട്ടൺ സാരിയുടെ സെക്ഷൻസ് ആണ് കേട്ടോ. ഇതിലുണ്ട് ധാരാളം കോട്ടൺ സാരികളുണ്ട്. പക്ഷെ കോട്ടൺ സാരികൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നമ്മളുടെ ഇന്നത്തെ വാങ്ങലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ടാണ് അതിലേക്ക് വല്ലാണ്ട് നോക്കാഞ്ഞത്. പിന്നെ ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മൽക്കോട്ടൻ്റെ സാരിയാണ് കേട്ടോ. അതിൻ്റെ കുറേ മോഡൽസ് ഇവിടെ ഉണ്ട്, മൽക്കോട്ടൺ സാരികളൊക്കെ. പിന്നെ കല്യാണിപ്പട്ട്, പിന്നെ അങ്ങനത്തെ ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കാഞ്ചി കോട്ടൺ, ഇത് കാഞ്ചി കോട്ടൺ ആണ് പറഞ്ഞിട്ടാണ് അവർ കാട്ടിത്തന്നത്.
പിന്നെ സ്പെഷ്യൽ ഓഫറിൽ ഇതാ ഒരു ബോക്സിൽ അക്ഷരമാല എഴുതിയിട്ടുള്ളത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. ഒരു വെറൈറ്റി ആയിട്ടുണ്ടല്ലേ അക്ഷരമാല എഴുതിയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ അത്. ജാക്കറ്റും ഉണ്ട്. ഇതും സെറ്റ് മുണ്ടാണ് കേട്ടോ. നോക്കി നോക്കൂ, ഇതൊക്കെ ഈ പ്രാവശ്യത്തെ ട്രെൻഡിങ്ങിലുള്ള സാധനമാണ് ഇത്രേ. ഇതും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല മ്യൂറൽ പെയിന്റ് പോലെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല കളറ്. ഇനി സാരിയൊക്കെ എടുത്ത് ജാക്കറ്റ് പീസ് ഇനി വേറെ എവിടെയെങ്കിലും കയറി എടുക്കണ്ടേ വിചാരിച്ച് വിഷമിക്കണ്ട. അതുകൊണ്ട് ഇവിടെ കേട്ടോ. ഏത് തരം ജാക്കറ്റ് പീസ് വേണമെങ്കിൽ അതുകൊണ്ട് ഏത് തുണിയിലും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് പീസൊക്കെ എടുത്ത് ചുരിദാറൊക്കെ അടിക്കണവർക്ക് അതും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ നോക്കേണ്ട ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കുട്ടികളുടെ പട്ടുപാവാട സെറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് ബെഡ്ഷീറ്റിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമ്മളിത് ആ ബെഡ്ഷീറ്റ് നോക്കണം. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കുത്തമ്പള്ളിയിൽ നല്ല ബെഡ്ഷീറ്റ് കിട്ടുന്നു. കൈത്തറിയല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കിട്ടുമെന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് തിരഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സിംഗിൾ ബെഡ്ഷീറ്റ്, ഡബിൾ ബെഡ്ഷീറ്റ്, പിന്നെന്താ മറ്റേ ക്യൂന് കിങ് അങ്ങനത്തെ സൈസുകളൊക്കെ ഉള്ള ബെഡ്ഷീറ്റുകളും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് തുണിയാണ് കേട്ടോ. കോട്ടൺ തന്നെയാണ്. ബെഡ്ഷീറ്റൊക്കെ വാങ്ങുന്നവർക്ക് അറിയാം കേട്ടോ. ബെഡ്ഷീറ്റിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല വിലയാണ് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നല്ല ബെഡ്ഷീറ്റുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എയർ ഹാൻഡ്ലൂംസിൽ പോകണമെങ്കിൽ തീർച്ചയായും ബെഡ്ഷീറ്റ് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല ബെഡ്ഷീറ്റാണ്. പിന്നെ ദാവണി സെറ്റൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളെയൊക്കെ നമുക്ക് പാവങ്ങൾ കേട്ടോ. ലേഡീസിനെ ഇറക്കി വിട്ടിട്ട് അവരവിടെ ഇരിക്കുകയാണ് കാത്തിട്ട്. ഈ ആയിട്ട് വരുന്നത് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. അപ്പം അങ്ങനെ നമ്മളെ ബില്ല് ചെയ്യാൻ വേണ്ടി താഴേക്ക് വന്നപ്പോൾ ആൾക്കാർ ഈ ഒരു പോർഷൻ നമ്മളുടെ ഇൻസ്റ്റയിലൊക്കെ ധാരാളം നിറഞ്ഞു നിൽക്കുന്ന എയർ ഹാൻഡ്ലൂംസിൻ്റെ റീൽസിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഭാഗമായതുകൊണ്ടൊന്നും നിറയെ ആൾക്കാർ നിന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ വീണ്ടും നമ്മളുടെ എയർ ഹാൻഡ്ലൂംസിലെ രാജുബായി അവിടെ വന്നിരിക്കണു. അപ്പോൾ അവരിത് ഫോട്ടോ സെക്ഷനാണ്. ഞങ്ങൾ പാവത്തിന് ബുദ്ധിമുട്ടിച്ചില്ല. ഞങ്ങളൊരു ടാറ്റ പറഞ്ഞ് തിരിച്ചു പോന്നു. ഞങ്ങളോട് അവർ ചോദിച്ചു ഓക്കെ അല്ലേ ചോദിച്ചു. ഞങ്ങൾ കൈകൊണ്ട് തംസപ്പ് കാട്ടി. പിന്നെ അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചു നിങ്ങൾ വിചാരിച്ച പോലെയൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ എന്താ വാങ്ങിയെന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഞങ്ങളങ്ങനെ വലിയ ക്യാമത്തിലെ ഓണക്കോടിയൊന്നുമല്ല കേട്ടോ കൂടുതലെടുത്തത്. ഓണക്കോടി എടുക്കാൻ ഞങ്ങൾ ഇനി പിന്നെ പോകും. ഇപ്പം ഞങ്ങൾ ഇത് ബെഡ്ഷീറ്റ് വാങ്ങി. ഓണത്തിന് എടുക്കാനില്ല കേട്ടോ, പക്ഷെ എല്ലാം എടുത്തിട്ടില്ല. അപ്പോൾ ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത്. പിന്നെ മറ്റേത് ഡബിൾ കോട്ടാണ്. നല്ല നല്ല കോട്ടനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബെഡ്ഷീറ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. നമ്മൾ സാധാരണ എനിക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങി ഇങ്ങനത്തെ കോട്ടൺ ബെഡ്ഷീറ്റുകൾ കിട്ടാറില്ല. പിന്നെ പ്രൈസും കണ്ടോ നല്ല ഇതാണ്. പിന്നെ ഇത് പില്ലോ കവറാണ് കേട്ടോ. പില്ലോ കവർ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ട് സെറ്റ് സിംഗിൾ ബെഡ്ഷീറ്റ് എടുത്തായിരുന്നു. ആ സിംഗിൾ ബെഡ്ഷീറ്റിൻ്റെ കൂടെ പില്ലോ കവർ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതാണ് സിംഗിൾ ബെഡ്ഷീറ്റ് കേട്ടോ. അതിൽ രണ്ടെണ്ണം ഉണ്ട്. അതായത് ഒരു സെറ്റിൽ 2 ബെഡ്ഷീറ്റാണ്. പക്ഷേ അതിന് വേണ്ട പില്ലോ കവർ അതിലില്ല. അത് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വന്നു. എങ്കിലും പില്ലോ കവറിന് അത്ര വലിയ പ്രൈസൊന്നും തോന്നിയില്ല. 2 എണ്ണത്തിനാണ് 95 തോന്നുന്നു. ഇതൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതും സിംഗിൾ തന്നെയാണ്. സിംഗിളിൻ്റെ 2 സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് രണ്ട് സിംഗിൾ ബെഡ്ഷീറ്റാണല്ലോ ഒരു പാക്കിൽ വരുന്നത്. അതിലത്തെ ഒരു സിംഗിൾ ബെഡ്ഷീറ്റിന് 2 പില്ലോ കവർ എന്നുള്ള തരത്തിൽ അങ്ങനെ 2 സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓണത്തിനായിട്ട് വാങ്ങിയത് ഒരു ഡബിൾ മുണ്ട് വൈറ്റ്, പിന്നെ ഒരു ഡബിൾ മുണ്ട് കോടിമുണ്ട്, പിന്നെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിക്കുക പുളിയിലക്കര മുണ്ടാണ് കേട്ടോ. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു ഇത് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ജാക്കറ്റ് പീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജാക്കറ്റ് പീസ് അടക്കമാണ് 600 സംതിങ് വരുന്നത്. ജാക്കറ്റ് പീസ് ഇല്ലാത്തതിന് 400 വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ജാക്കറ്റ് പീസ് ചിലപ്പോൾ പുറമെ പോയാൽ കിട്ടില്ല, ഇതേ കളർ കിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. പിന്നെ ഇതൊരു കോടി ഡബിൾ മുണ്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അവിടുത്തെ തുണികളൊക്കെ. ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ്, 3ാമത്തെ ഓണാണ് എയർ ഹാൻഡ്ലൂംസിനൊപ്പം കേട്ടോ. അപ്പോൾ ഇത്രയല്ലേ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.